നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓണിയൻ മസാല കറിയാണ്. ചപ്പാത്തിയുടെ ഒക്കെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല സൂപ്പർ കറിയാണിത്. അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ 4 സവാള ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 5 ചെറിയ ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ആദ്യമേ തന്നെ ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് സവാള ഇട്ട് കൊടുത്തു. സവാള ഏകദേശം ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ തന്നെ നിങ്ങൾ അരിയാൻ ശ്രമിക്കണം. നമ്മുടെ ഉള്ളിയെല്ലാം ഇങ്ങനെ ഒറ്റയായിട്ട് അടർന്നിളവി വന്നിട്ടുണ്ട്. ഇത്രയും വഴറ്റിയാൽ മതിയാവും. ഈ ഒരു രീതിയിൽ എത്തണം. ഇത്രയും മതി. നമുക്കിനി ഇതിനെ കോരി മാറ്റാം. അതേ ചട്ടിയിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂൺ എണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത്രയും മതിയാവും. ഇത്രയും വഴന്ന് കഴിയുമ്പോഴേക്കും നമ്മളിപ്പോൾ 3 തക്കാളി പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ പച്ചച്ചുവ നമുക്ക് മാറ്റണം. ഇതിന്റെ പച്ചച്ചുവയൊക്കെ മാറി നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ മതിയാകും. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പൊടിയുടെ പച്ചച്ചുവ മാറ്റാം. ഇതിന്റെ പച്ചച്ചുവയൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ യോജിപ്പിച്ചു കൊടുക്കുക. ഈ ഒരു സമയം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് തിളച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം. ഇങ്ങനെ വേവിക്കുമ്പോഴേ ആ ഉള്ളിയിലേക്ക് മസാലയും ഉപ്പും എല്ലാം പിടിച്ചു കിട്ടത്തുള്ളൂ. ഈ ഒരു സമയം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തത്. നല്ലപോലെ അത് മിക്സ് ചെയ്യണം. തൈര് ചേർക്കുമ്പോഴേക്കും തീ കുറച്ചിടണം. ഈ ഒരു സമയത്തിലേക്ക് 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത എണ്ണയെല്ലാം ഇപ്പം നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറിയുടെ പരുവം. അപ്പം ഇത്രയും മതി. നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓണിയൻ മസാല റെഡി.